ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലീബ്രയ്ക്ക് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾക്ക് ഇത് റെസൊനേറ്റ് ആയിച്ചാൽ നിങ്ങൾക്കൊരു പേഴ്സണലായി റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്കത് ചെയ്യാം. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ അത് നിങ്ങളുടെ എനർജി നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ഞാൻ ഇൻസ്റ്റഗ്രാമിലും കുറേ ആക്റ്റീവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നെ അവിടെ ഫോളോ ചെയ്യാം. എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഹാൻഡിൽ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ചാനൽ മെമ്പർഷിപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെയും എന്നെ ഫോളോ ചെയ്യുക. അതല്ലാണ്ട് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവും. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്, ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം, ഇതൊക്കെയാണ് നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോണത്, നോക്കാൻ പോണത് ഈ വീഡിയോയിൽ. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ വീഡിയോ മെസ്സേജിലേക്ക് ചെല്ലാം. അപ്പോൾ ലീബ്ര, നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജിയാണ് ജഡ്ജ്മെൻറ്റ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജിയാണ് ക്വീൻ ഓഫ് സോഡ്സ്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആണ് സൺ. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 8 ഓഫ് കപ്സ് ആണ്. ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 3 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ ക്വീൻ ഓഫ് കപ്സ്. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ഇവിടെ 2 ഓഫ് വോൺസ്. നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ നിങ്ങളെടുക്കാൻ പോണത് ഏസ് ഓഫ് സോഡ്സ്. ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ അവരെടുക്കാൻ പോണത് മജിഷ്യൻ. ഔട്ട്കം ആണ് ഇവിടെ ഈ കാർഡ്. അപ്പോൾ ലീബ്ര, ഇവിടെ ജഡ്ജ്മെൻ്റ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ജഡ്ജ്മെൻറ്റ് ഒരു എൻഡിങ്ങും ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ രണ്ടാളും ഈ സമയത്ത് സെപ്പറേറ്റഡ് ആണ് വെച്ചാൽ ഇവിടെ ഒരു റീകൺസിലിയേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതല്ല വെച്ചാൽ നിങ്ങൾ റീസെൻ്റ്ലി നിങ്ങളുടെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ കാണുന്നത് ഒരു എൻഡിങ് ആണ്. ഓക്കെ, ജഡ്ജ്മെൻറ്റും 10 ഓഫ് സോഡ്സ്. അപ്പോൾ ഒരു ബിട്രിയൽഡ് എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പം നിങ്ങൾ എന്തോ ഒരു ജഡ്ജ്മെൻറ്റിനെ പറഞ്ഞാൽ നിങ്ങൾ ഈ സിറ്റുവേഷന് എന്താ ലെസൺസ് എടുക്കാൻ പറ്റുന്ന വെച്ചാൽ അതൊക്കെ എടുത്തിട്ട് ഇപ്പോൾ ആദ്യം ഇവിടെ റീകൺസിലിയേഷൻ്റെ കാർഡുണ്ട്. അപ്പോൾ എന്തായാലും ഒരു റീകൺസിലിയേഷൻ ഉണ്ട്. പക്ഷെ ചിലവർക്ക് അത് ഇപ്പോൾ ആയിരിക്കും ഉണ്ടാവുക, ചിലവർക്ക് അത് പിന്നെ, എന്നുവെച്ചാൽ ഏത് സ്റ്റേജ് ഓഫ് ലൈഫിലാണ് നിങ്ങൾ വെച്ചാൽ അതനുസരിച്ചിട്ടാണ് ഈ മെസ്സേജ് ഉണ്ടാവുക. നിങ്ങൾ ഓൾറെഡി ബ്രേക്കപ്പ് ആയിട്ടുണ്ടെങ്കിൽ ഇത് റീകൺസിലിയേഷൻ ഉടനെ ഉണ്ടാവും. ഇത് നിങ്ങൾ ഇപ്പോൾ ജസ്റ്റ് ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടേ ലൂച്ചാൽ അതല്ല വെച്ചാൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു വഴക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മേ ബി കുറച്ചൊരു സെപ്പറേഷൻ കഴിഞ്ഞിട്ടായിരിക്കും ഒരു റീകൺസിലിയേഷൻ ഉണ്ടാവുക. ഈ പേഴ്സൻ്റെ എനർജിയിൽ ക്വീൻ ഓഫ് സോഡ്സ്. അപ്പോൾ ക്വീൻ ഓഫ് സോഡ്സ് ഒരു ഡിവോഴ്സ്ഡ് പേഴ്സൻ്റെ എനർജിയാണ്. നിങ്ങൾ രണ്ടാളും മാരീഡ് ആണ് വെച്ചാൽ ഇവിടെ ഡിവോഴ്സ് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടാവും. ക്വീൻ ഓഫ് സോഡ്സ് ഇവിടെ ചാരിയറ്റ്. ഇവർക്ക് ഒരു ചോയ്സ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ എന്താ വേണ്ടതെന്ന് അവർ ഡിസൈഡ് ചെയ്യാൻ നോക്കണു. ഈ റിലേഷൻഷിപ്പിൽ ഫ്യൂച്ചർ ഉണ്ടോ എന്നാണ് അവർ നോക്കണേ, തീരുമാനിക്കേണ്ടത് അവർക്ക്. ഇവിടെ അവർക്ക് കുറേ ചോയ്സസ് ഉണ്ട്. ഈ പേഴ്സൺ കുറേ ഒരു പോപ്പുലർ പേഴ്സൺ ആണ്, കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ സൺ ആണ് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. സൺ ലിയോ എനർജി. ഇതൊരു സോൾമേറ്റ് കണക്ഷനാണ്. ഹീലിംഗ് എനർജി ഇവിടെ ഉണ്ട്. സ്റ്റാർ എനർജി. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയ ചേഞ്ചസ് ആണ് ഉണ്ടാവുന്നത്. 3 ഓഫ് സോഡ്സ് ഇവിടെ ഒരു ബിട്രിയൽഡ് എനർജിയാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം. അപ്പോൾ ഇത് എന്താ പറഞ്ഞാൽ ഇത് ഇവിടെ ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട്. ഇല്ല വെച്ചാൽ അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണ കാര്യമായിരിക്കും. പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ രണ്ടാളും ഒരു നോ കോണ്ടാക്റ്റിലാണ്, അങ്ങനത്തെ സിറ്റുവേഷൻ ആവാം. പക്ഷേ ഇവിടെ ഞാൻ കാണുന്നത് കുറേ ക്ലാരിറ്റിയാണ്, കുറേ ഹീലിംഗ് എനർജീസാണ്. ഓക്കെ, നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 8 ഓഫ് കപ്സ്. നിങ്ങൾ ഈ പേഴ്സൻ്റെ അടുത്തുനിന്ന് ഇപ്പോൾ ഇമോഷണലി ഡിസ്റ്റൻ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യണത്. നിങ്ങൾ ഹാപ്പി അല്ല ഈ സിറ്റുവേഷനിൽ. 8 ഓഫ് കപ്സ് എന്താണ്? നിങ്ങൾക്കൊരു പുതിയ ബിഗിനിങ് ആണ് വേണ്ടത്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇപ്പോൾ ഈ പേഴ്സണിനെ കൂടെ റീകൺസൈലേ ചെയ്യണ്ട, അങ്ങനത്തെ ഒരു എനർജിയിലായിരിക്കും നിങ്ങൾ.
എന്നുവെച്ചാൽ ഈ റിലേഷൻഷിപ്പിലൊരു ഇംബാലൻസ് ആണ്. നിങ്ങൾ കുറേ എഫേർട്ട് ഇട്ടുണ്ട് ഈ പേഴ്സൻ്റെ ലൈഫിൽ, അവരെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതുമാതിരി സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾ ഈ സിറ്റുവേഷനിൽ ഹാപ്പി അല്ല, നിങ്ങളൊരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകാൻ നോക്കണു. ഈ പേഴ്സൻ്റെ എനർജിയിൽ 3 ഓഫ് പെൻറ്റിക്കിൾസ്, ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം. ഈ പേഴ്സൻ്റെ ജോലിയിൽ ആരെങ്കിലും പറഞ്ഞ ഓഫീസിലോ അങ്ങനെ ആരെങ്കിലും ഒരു പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ട്. 5 ഓഫ് വാൻഡ്സ്, ആദ്യം ഒരു കോൺഫ്ലിക്റ്റിൻ്റെ എനർജിയാണ്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് കുറേ വഴക്കുണ്ടായിട്ടുണ്ട് ഈ പേഴ്സൻ്റെ കാരണം, ഈ തേർഡ് പാർട്ടിയുടെ കാരണം. വീൽ, അപ്പോൾ വീൽ ഫോർച്യൂൺ, ഒരു മാറ്റത്തിൻ്റെ എനർജി, ഒരു വലിയ ചേഞ്ച് വരാൻ പോകുന്ന എനർജിയാണ്, ഒരു മാറ്റം വരാൻ പോകുന്നുണ്ട് ഈ പേഴ്സൻ്റെ ലൈഫിൽ. ഓക്കെ, അപ്പോൾ അവരുടെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ മേ ബി ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവരും നോക്കണത്. എന്നുവെച്ചാൽ ഇവർ ഓൾറെഡി വേറെ പേഴ്സൻ്റെ കൂടെ ഇൻവോൾവ് ആണ് വെച്ചാൽ മേ ബി അവർ ആ റിലേഷൻഷിപ്പിനെ പറഞ്ഞാൽ അവർക്കൊരു ചോയ്സ് ഉണ്ട്, നിങ്ങളോ ആ പേഴ്സൻ്റെ ഇടയ്ക്കാണ് അവർക്ക് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഫ്യൂച്ചറിൽ അവർക്കൊരു ഹോപ്പ് ഉണ്ട് അതെല്ലാം ശരിയാവുമെന്ന്. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ ക്വീൻ ഓഫ് കപ്സ് ആണ്. നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് കുറേ ലവ് ഉണ്ട് ഇപ്പോഴും, ഇതൊക്കെ ഉണ്ടായിട്ടും, പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ആ മുമ്പത്തെ മാതിരി ഇൻട്രസ്റ്റ് ഇല്ല, എനർജി ഇല്ല. എന്നുവെച്ചാൽ ഇവിടെ ഒരു ബ്രേക്കപ്പ് ഉണ്ടായി കഴിഞ്ഞിട്ട് നിങ്ങൾ കുറേ ഒരു ഷോക്കാണ് നിങ്ങൾക്ക്. എന്നുവെച്ചാൽ ഇത് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല, ചെയ്തിട്ടുണ്ടായി പറഞ്ഞാൽ അങ്ങനത്തെ ഒരു നിങ്ങൾക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ കാണുന്നത് എന്തായാലും നിങ്ങൾക്കൊരു പറഞ്ഞാൽ അത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഈ തേർഡ് പാർട്ടി വന്നത് നിങ്ങളെ ഒട്ടും അത് എക്സ്പെക്റ്റ് ചെയ്തില്ല. ഓക്കെ, പക്ഷേ അത് ഉണ്ടായി. ആൻഡ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ കൂടുതൽ എഫേർട്ട് ഇടാനുള്ള എനർജി ഇല്ല. 2 ഓഫ് വാൻഡ്സ് ആണ് ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ. അവർ വെയിറ്റ് ചെയ്യാണ്, എന്താ വേണ്ടതെന്ന് അറിയില്ല അവർക്ക് അറിയാം അവരെന്തോ അവരുടെ സൈഡിൽ നിന്ന് അവരുടെ ഭാഗത്തു നിന്നാണ് ഈ സിറ്റുവേഷൻ ഇങ്ങനെ ആയി എന്ന് അവർക്കറിയാം. ഈ പേഴ്സണിന് കുറേ അഡിക്ഷൻസും ഉണ്ട്. പിന്നെ ചില കാര്യങ്ങൾ അവർ ഒളിപ്പിച്ചു പറഞ്ഞാൽ അവർ നിങ്ങളെ അറിയിക്കാണ്ട് കുറേ കാര്യങ്ങൾ ഇവിടെ മാന്യൂപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അഡിക്ഷൻ ഒരു സെക്സ് അഡിക്ഷൻ ആവാം, അതല്ല വെച്ചാൽ ആൽക്കഹോൾ, ഡ്രഗ്സ്, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആവാം. തേർഡ് പാർട്ടി ആവുമ്പോഴും ഡെവിൽ കാണും. അപ്പോൾ അവർ ആ കാര്യം ഒരു എഫെയറിൻ്റെ എനർജിയാണ് ഇത്, ഡെവിൽ ആൻഡ് 7 ഓഫ് സോഡ്സ് രണ്ടും ഒരുമിച്ച് വരുമ്പോൾ ഈ പേഴ്സൺ അറിയാം അവർ ചെയ്തത് ശരിയല്ല എന്ന്. അവർക്ക് അവർക്കത് മനസ്സിലായിരിക്കണു പറഞ്ഞാൽ അത് അവരുടെ ഭാഗത്തിലാണ് അവർ ഇവിടെ അവരുടെ കാരണമാണ് ഇവിടെ ഇത് ഉണ്ടായെന്ന് അവർക്കത് അറിയാം. ഓക്കെ, പക്ഷേ ഏസ് ഓഫ് സോഡ്സ് നിങ്ങൾ ഈ പേഴ്സൻ്റെ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്, നിങ്ങൾ ഈ പേഴ്സണെ മെസ്സേജ് അയക്കാൻ പോകുന്നുണ്ട്. മജിഷ്യൻ, ഇവിടെ ഈ പേഴ്സൺ ഇപ്പോഴും ഫ്യൂച്ചറിലും ഞാൻ കാണുന്നത് അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇപ്പോഴും കുറേ കാര്യങ്ങൾ അവർ തുറന്ന് പറയുന്നില്ല നിങ്ങളോട്. കിങ് ഓഫ് കപ്സ്, നിങ്ങൾ ഈ പേഴ്സണെ ആദ്യം മെസ്സേജ് ചെയ്യാൻ പോകുന്നുണ്ട്. കുറച്ചൊരു സമയം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ഈ പേഴ്സണെ മെസ്സേജ് ചെയ്യുക. മജിഷ്യൻ, 9 ഓഫ് പെൻറ്റിക്കിൾസ്. ഈ പേഴ്സൺ ഇപ്പോൾ അവരുടെ ലൈഫ് എൻജോയ് ആണ് ചെയ്യണത്, അവരുടെ കരിയർ നല്ല പോലെ മുമ്പോട്ട് പോകുന്നുണ്ട്, കുറേ ട്രാവൽ ഉണ്ട് അവർക്ക്. പക്ഷെ അവർ നിങ്ങളെ മെസ്സേജ് ചെയ്യും. ഓക്കെ, അവരും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾ മെസ്സേജ് ചെയ്യില്ല വെച്ചാൽ ചിലപ്പോൾ അവരും മെസ്സേജ് ചെയ്യും. 10 ഓഫ് കപ്സ്, ഇവിടെ ഞാനൊരു ഹാപ്പി ഫാമിലി ലൈഫാണ് കാണുന്നത് ഔട്ട്കം ആയിട്ട്. അപ്പോൾ ഈ 10 ഓഫ് കപ്സ് എന്താണ്? ഏസ് ഓഫ് വാൻഡ്സ്, ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ഉണ്ട്, പക്ഷേ ഇതൊരു എഫെയറിൻ്റെ എനർജിയും ആവാം. സ്ട്രെങ്ത്, അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഡെഫിനറ്റ്ലി ചാലഞ്ചസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ മാരീഡ് ആണ് വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ എന്തോ ഒരു ഇൻഫർമേഷൻ വന്നപ്പോൾ നിങ്ങൾക്ക് എന്തോ മനസ്സിലായി, അപ്പോൾ ഇവിടെ ഒരു സെപ്പറേഷൻ ഉണ്ട്. പക്ഷേ ഈ സിറ്റുവേഷനിൽ ചാലഞ്ചസ് ഉണ്ടായാലും ഇവിടെ ലവ് ഇപ്പോഴും ഉണ്ട്. ഒരു സെപ്പറേഷൻ ഉണ്ടായാലും ഇവിടെ ഒരു ഫാമിലി ബോണ്ടിങ് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഇവിടെ ഒരു റീകൺസിലിയേഷൻ ഉണ്ടാവാൻ വഴിയുണ്ട്. ഓക്കെ, നിങ്ങൾ അങ്ങനത്തെ ഒരു ഫാമിലി സിറ്റുവേഷനിലാണ് വെച്ചാൽ. അതല്ല വെച്ചാലും ഞാൻ ഇവിടെ പോസിറ്റീവ്
ഔട്ട്കമാണ് കാണുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? നിങ്ങൾക്ക് മെസ്സേജ് എന്താ വെച്ചാൽ പേ അറ്റൻഷൻ ടു ദ റെഡ് ഫ്ലാഗ്സ് ആണ്. ദ സൈൻസ് ആർ കോഷനിങ് യു. അപ്പോൾ ഇവിടെ ആക്ച്വലി ലീബ്ര ഈ യൂണിവേഴ്സ് നിങ്ങളോട് പറയണത് എന്താ വെച്ചാൽ ഈ പേഴ്സൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു വലിയ മാറ്റം വന്നിട്ടില്ല. നിങ്ങൾ ഈ പേഴ്സൻ്റെ കൂടെ റീകൺസൈൽ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ കുറേ എക്സ്പെക്റ്റേഷൻസ് വെക്കരുത്. എന്നുവെച്ചാൽ ഈ പേഴ്സൺ ഇപ്പോഴും എല്ലാം തുറന്ന് പറയണില്ല. കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോഴും അവർ പറയാൻ പോകുന്നില്ല. അവരുടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട് വെച്ചാൽ അത് ഇപ്പോഴും കണ്ടിന്യൂ ആവുന്നുണ്ട് ആ റിലേഷൻഷിപ്പ്. അപ്പോൾ നിങ്ങൾക്കാണ് തീരുമാനിക്കേണ്ടത്. എന്നുവെച്ചാൽ ഈ സിറ്റുവേഷനിൽ അങ്ങനെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല, എസ്പെഷ്യലി ഈ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷനിലാണ് പോകണമെന്ന് വെച്ചാൽ അത് അറിഞ്ഞിട്ട് വേണം ഒരു ഡിസിഷൻ എടുക്കുക. ഓക്കെ, എന്നുവെച്ചാൽ ഇവരുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നു എന്നൊരു എക്സ്പെക്റ്റേഷനാണ് വെച്ചാൽ അത് വേണ്ട. എന്നുവെച്ചാൽ ഇവിടെ ആ ചേഞ്ച് വന്നിട്ടില്ല ഇതുവരെ ഈ പേഴ്സൻ്റെ ഉള്ളിൽ. പറഞ്ഞാൽ അവരുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ആ മറ്റേ പേഴ്സണെ ലെറ്റ് ഗോ ചെയ്തു, അങ്ങനത്തെ ഒന്നും ഞാൻ ഇവിടെ കാണില്ല. അവരുടെ ലൈഫ് മുമ്പത്തെ മാതിരി തന്നെ ഇപ്പോൾ അവർ കണ്ടിന്യൂ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ടാണ് പേ അറ്റൻഷൻ ടു ദ റെഡ് ഫ്ലാഗ്സിന് വന്നത്. എന്നുവെച്ചാൽ ഈ പേഴ്സൺ ഇപ്പോഴും എന്തോ ഒളിപ്പിക്കുന്നുണ്ട്, എന്തോ ശരിയായി പറയണില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് മെസ്സേജ്. സൈൻസ് ഇവിടെ ലീബ്ര, കാപ്രിക്കോൺ, സ്കോർപ്പിയോ, പൈസീസ്, കാൻസർ, സ്കോർപ്പിയോ കുറേ ഉണ്ട്. ജെമിനായി ഉണ്ട്, ക്യാൻസർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സൈൻസ് ഇവിടെ കാണുന്നത്. ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.